ആതിരയുടെ കൊലപാതകം. ഞാൻ മിണ്ടാതിരുന്നത് എന്തെന്നറിയാമോ? എനിക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നു, ഇത് ചെയ്തത് ഭർത്താവാണോ അല്ലയെന്ന്. അല്ല, ഭർത്താവ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഭർത്താവ് ചെയ്തില്ലെങ്കിലാണ് ഭർത്താവ് കൊള്ളാത്തവനെന്ന് ഞാൻ പറയുക. അയാളുടെ കെടുകാര്യസ്ഥത കൊണ്ടാണ് ഇങ്ങനൊരു അവസ്ഥയിലേക്ക് അയാളും അയാളുടെ കുടുംബവും എത്തിയത്. ഇനിയെങ്കിലും നല്ലൊരു പെൺകൊച്ചിനെ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി അയാൾ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ അയാൾ കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇങ്ങനെ ഒരു പരാജയം അയാൾക്ക് സംഭവിച്ചത് കൊണ്ട് തന്നെ ഇനി അയാൾ മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം കൂടെ അവതാളത്തിലാക്കാതിരിക്കുന്നതാണ് നല്ലത്. രണ്ടുപേർ തമ്മിൽ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കുന്നു, അല്ലെങ്കിൽ വീട്ടുകാർ തമ്മിൽ വിവാഹം കഴിപ്പിച്ചു വയ്ക്കുന്നു. ചെറിയ അലശണ്ടകൾ, ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിച്ചങ്ങ് വിടുന്നു. അതിനപ്പുറം ഒരുപാട് രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിലാണ് ഇതുപോലുള്ള ഒരു അവിഹിത ബന്ധത്തിലേക്ക് കുടുംബം പോയി ചേരുന്നത്. അങ്ങനെ ചേരുന്നവരെ അപ്പം തന്നെ കട്ടറായിട്ട് ഇറക്കി വിട്ടേക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു വഴി. കാരണം നമ്മുടെ സ്പേസിലേക്ക് മറ്റൊരാളെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ ഒരു കാരണവശാലും നമ്മൾ ചേർത്ത് പിടിക്കരുത്. അത് പിന്നെ ഏച്ച് കെട്ടിയ മുഴച്ചു നിൽക്കുമെന്നൊരവസ്ഥയാണ്. ഈ പെൺകുട്ടി മരിക്കാൻ അർഹയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നല്ല മരണമാണ് കൊടുത്തിട്ടുള്ളത്. അത് അവൻ്റെ കൈ കൊണ്ട് തന്നെ കിട്ടണം. ഈ എത്തിച്ചാടി ഓടുന്നോളുമാർക്കെല്ലാം ഒരു പാഠമായിരിക്കും ഇത് എന്നാണ് എനിക്ക് മനസ്സിലായത്. ആതിരയുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ ആ നാട്ടുകാർക്കൊക്കെ നല്ല വർത്തമാനം, എല്ലാവരും നല്ലത് മാത്രമാണ് പറയുന്നത്. ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് കുഴപ്പമില്ല, അവളുടെ വീട്ടുകാർക്ക് കുഴപ്പമില്ല, ആർക്കും പ്രശ്നമില്ല. അത്രയും നല്ലൊരു പേര് കേൾപ്പിച്ച പെണ്ണ് അകത്തുകൂടെ കാണിച്ച ഒരു വൃത്തികേട് ഓർത്തു നോക്കൂ. ഈ വീട്ടിൽ സ്ഥിര സന്ദർശകനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. വീടിനകത്തേക്കല്ല, പുറത്തിരുന്നിട്ട് സംസാരിക്കുന്ന പോകുന്ന ഒരാൾ. അയാളുടെ കൂടെ കണ്ണ് വെട്ടിച്ചിട്ട് ഈ വൃത്തികെട്ടവൻ അതിനകത്ത് വരാറുണ്ട്. അവർ തമ്മിൽ സെക്ഷൽ ലൈഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ ആതിര എന്ന വ്യക്തിയെ ആ നാട്ടുകാർ എത്ര നല്ലതെന്ന് പറഞ്ഞാലും ഉള്ളിലുള്ള ഒരു വൃത്തികേടാണ് ആ കാണുന്നത്. അപ്പോൾ മറ്റൊരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കുന്ന കുറ്റമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ട്ണർ കൂടെ ഇല്ലേ? പ്രവാസിയുടെ ഭാര്യയാണെങ്കിലും പിന്നെയും നമുക്ക് പറയാം ആളിവിടെ ഇല്ല, തിരിപ്പുലം കടി കൂടി എന്നാൽ പിന്നെ ആയിക്കോട്ടെ. ഇതങ്ങനെയാണോ? ഭർത്താവ് അവിടെ ഉണ്ടല്ലോ, ആ സ്പേസിൽ ഒരാൾ അവിടെ ഉണ്ടല്ലോ. ഇവിടെയൊക്കെയാണ് ഞാൻ അസ്ലാം അലിയുടെ ആയുധത്തിന് വലിയ ഇതുണ്ടെന്ന് പറയണം. അസ്ലാം അലി ഒരു സാധനം ഇപ്പോൾ അങ്ങോട്ട് പബ്ലിഷ് ചെയ്തില്ലേ, അത് നല്ല പ്രയോജനപ്രദം ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾക്ക്. ഇങ്ങനെയുള്ളവളുമാരുടെ ഭർത്താവിന് ഈ കാര്യം പിടികിട്ടിയാൽ പുറത്ത് പറഞ്ഞ ആത്മഹത്യയൊന്നും വരട്ടുന്നതിന് പകരം ഈ ഒരു മെറ്റീരിയൽ വാങ്ങിച്ചങ്ങ് കൊടുത്തേക്കുക. അവളെ കൂടെ നിർത്തണമെന്നുണ്ടെങ്കിൽ, വേണ്ടെങ്കിൽ കളഞ്ഞിട്ട് ദൂരെ പോവുക. ഈ ബന്ധങ്ങൾ എപ്പോഴും വഷളാകുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? നമ്മളിത് മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുമ്പോഴാണ്. ഇച്ചിരി ഇമ്മിണിയൊക്കെ തെറ്റുകളൊക്കെ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വയ്ക്കാം. പക്ഷേ ഇതുപോലുള്ളൊരു വലിയ തെറ്റ്, ഭീകരമായ തെറ്റ് ഒരു കാരണവശാലും ഭർത്താവ് മറച്ചു വയ്ക്കാൻ പോകരുതായിരുന്നു. ഇപ്പം ആരൊക്കെ നാറി ആ കുട്ടിയുടെ മുഖം ആരും കാണിക്കാതിരിക്കുന്നതാണ് നല്ലത്, സുരക്ഷിതത്വം. അല്ലെ, ആ കുഞ്ഞിൻ്റെ അവസ്ഥ ആലോചിച്ചു. പിഴച്ച തള്ളയ കാമുകൻ കഴുത്ത് വെട്ടിപ്പോകുന്നു. ഇതല്ലേ ആ കുട്ടിക്ക് കിട്ടുന്ന മറുപടി? ഇങ്ങനെയുള്ളതിനൊക്കെ കുഞ്ഞുങ്ങളും ഉണ്ടാക്കി കൊടുക്കും. ഇവിടെ ഉരുളി കമഴ്ത്തിയാലും IVF ട്രീറ്റ്മെൻറ്റ് നടത്തിയാലും കൊച്ചുങ്ങളുണ്ടാവില്ല. പക്ഷേ ഇങ്ങനെയുള്ളതിനൊക്കെ അങ്ങോട്ട് കൊച്ചുങ്ങളെ പെട്ടെന്ന് കൊടുക്കുകയും ചെയ്യും. അതിൻ്റെയൊക്കെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ചു. കാരണം കുഞ്ഞിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കാണും. ഈ ഒരു വിഷയത്തിൽ ആതിരെ ഒരു രീതി എനിക്കൊരു ദയം തോന്നുന്നില്ല. അർഹതപ്പെട്ടത് തന്നെയാണ് കൊടുത്തിട്ടുള്ളതെന്നുള്ളതാണ്. പിന്നെ അയാൾ ഇപ്പം കോട്ടയത്ത് നിന്നാണ് പൊട്ടിയെന്ന് പറയുന്നു. കോട്ടയത്ത് ഒരു വീട്ടിൽ ഹോം നേഴ്സായിട്ട് നിന്നതെന്ന് പറയുന്നു. അതും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഈ ആണുങ്ങളെ കൊണ്ടുവന്ന് ഹോം നേഴ്സായിട്ട് നടത്തുന്നത്. ഈ ആണും പെണ്ണും കുഴപ്പമാണ്. പക്ഷേ ആണുങ്ങളെ നിർത്തുമ്പോൾ, ആണുങ്ങൾക്ക് ഒപ്പം ആണുങ്ങൾ മതി എന്നൊരു ടേമിൽ നിർത്തുമ്പോൾ ഇവരുടെ ആ ബാക്ക്ഗ്രൗണ്ട് ശരിക്കും അന്വേഷിക്കണം. ഇവന് ഈ രീതിയിൽ ഭാര്യയുമായിട്ട് പിണങ്ങി കഴിഞ്ഞ് ഇതുപോലെ പ്രശ്നമൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും ഇവനെയൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്നുള്ളത് ചെറിയ തെളിവാണ് അതൊക്കെ. പിന്നെ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇവൻ ഉണ്ടായിരുന്നു എന്നുള്ളതും പറയപ്പെടുന്നുണ്ട്. ഇവൻ മോഷണ കേസ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. ഏജൻസി ത്രൂ നമ്മൾ ആളെ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അവർ ഭയങ്കരമായിട്ട് റേറ്റ് പറയും. ഈ റേറ്റിൻ്റെ കുറവ് കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഈസി ഗോയ്ക്ക് ഇങ്ങനെയുള്ള ആളുകൾ എടുക്കുന്നത്. അത് നമ്മുടെ ജീവൻ അപകടത്തിലാക്കും. ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പോൾ കയ്യിൽ പൈസയൊന്നും വെക്കുന്ന ഒരു രീതി ആർക്കും ഇല്ല. എല്ലാവരും ബാങ്ക് ത്രൂ ആയതുകൊണ്ട് അതിനകത്തുനിന്ന് ഇപ്പം മോഷണം എന്നൊരു സംഗതി ഇപ്പോൾ വളരെ കുറവാണ്. പിന്നെ സ്വർണം, ഇതൊക്കെ ഇട്ടാലല്ലേ എടുത്തുകൊണ്ട് ഓടും. അപ്പോൾ അതും കുറേയൊക്കെ ഒരു വിധത്തിൽ നമുക്ക് സോൾവായി നിൽക്കുന്ന ഒരു ഇഷ്യൂ ആണെന്ന് പറയാം. എന്നിരുന്നാൽ പോലും നമ്മളുടെ ജീവന് ആപത്ത് വരുന്ന രീതിയിലാണ് ഇങ്ങനെയുള്ള ഒരു കഞ്ചാവടിക്കുക, ഇതേപോലെ മാനസിക വൈകല്യമുള്ളവരെയൊക്കെ ഇങ്ങനെ ഊരി വിടുന്നത് പ്രശ്നം തന്നെയാണ് എന്നുള്ളതാണ്. ആളുകളുടെ അഭാവം, ആളുകളെ കിട്ടാത്തതിൻ്റെ ഒരു അഭാവം കൊണ്ട് പലരും ഇതുപോലുള്ള ആളുകളെ ചൂസ് ചെയ്യും വീട്ടിലേക്ക്. എന്തോ അയാളും അയാളുടെ കുടുംബവും രക്ഷപ്പെട്ടു, ഇവൻ നോക്കിക്കൊണ്ടിരുന്ന ആൾ രക്ഷപ്പെട്ടു. അവളുടെ കഴുത്തറുത്ത് കൊല്ലാൻ തക്കവണ്ണം അയാൾക്ക് ദേഷ്യമുണ്ടാക്കിയത് മറ്റൊന്നും കൊണ്ടില്ല. നാളിതുവരെ അയാളൊരു സെക്സ് ടൂളായിട്ട് ഉപയോഗിച്ചു എന്നുള്ള തിരിച്ചറിവായിരിക്കാനാണ് ചാൻസ്. അത്രയേ ഉള്ളൂ അവൾക്ക് ഈ ഒരു അറ്റ്മോസ്ഫിയർ, പൂജാരിയുടെ ഭാര്യയാണെന്നുള്ള പ്രിവിലേജ്, ഇതൊന്നും വിട്ട് അവൾക്ക് അതിലേക്ക് പോകാൻ താല്പര്യമില്ല. ഇപ്പം എല്ലാം സ്വസ്ഥം, അയാളെല്ലാം തിന്നാൻ കൊണ്ടുവരും, അത് കഴിക്കുക, സുഭിക്ഷമായിട്ട് അങ്ങനെ ഇരിക്കുക. നാട്ടുകാർക്കൊക്കെ റെസ്പെക്റ്റാണ്, കാരണം പൂജാരിയുടെ ഭാര്യയല്ലയോ. അപ്പോൾ അതിൻ്റെ ഒരു റെസ്പെക്റ്റ് അവൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുക തന്നെയാണ്.
അതെല്ലാം കളഞ്ഞിട്ട് ഈ കടിക്ക് മാത്രമായിട്ട് അയാൾക്കൊപ്പം പോകാൻ അവർക്ക് താല്പര്യമില്ല. പകരം വല്ലപ്പോഴും വരിക, നിങ്ങൾ കളിക്കുക, പൊയ്ക്കൊള്ളുക എന്ന ഒരു തത്വത്തിലാണ് പുള്ളിക്കാരത്തി ഊന്നി നിന്ന് എന്ന് തോന്നുന്നു. അതിൻ്റെ മറുപടിയാണ് അയാൾ കഴുത്തങ്ങ് മുറിച്ച് കൈ കൊടുത്തിട്ട് പോയതെന്നാണ് മനസ്സിലാവുന്നത്. പിന്നെ അയാൾ അത്ര പതിവ്രതനാണോ എന്ന് ചോദിച്ചാൽ എനിക്കതിനകത്ത് അഭിപ്രായമില്ല. കാരണം ഭാര്യയായ ഒരു കുഞ്ഞിൻ്റെ അമ്മയായ ഒരു കുടുംബത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ വളച്ചെടുക്കാൻ ശ്രമിക്കുന്ന അവന് നല്ല ശിക്ഷ കിട്ടട്ടെ എന്നുള്ളതാണ്. ഇപ്പോൾ നടന്ന ഒരു ഗ്രീഷ്മയുടെ, കഷായ ഗ്രീഷ്മയുടെ ഒരു അവസ്ഥ പറയണേ, അതും കൂടെ വെച്ച് നോക്കിയാണ്, ഇതാണ് ഈ റെയർ കൊലപാതകമല്ല എന്ന് പറയുന്നത്, ഇതിവിടെ സ്ഥിരം നടക്കുന്ന കാര്യമാണ്. പങ്കാളി നമ്മളെ ചതിക്കുമ്പോൾ ചെയ്യുന്ന പരിപാടി ഇതാണ്. പങ്കാളി ഒഴിഞ്ഞു പോയില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്യും, ചതിച്ചാലും ഇതുപോലെ ചെയ്യും. അപ്പോൾ ഇത് കാഷ്വലായി വന്നിരിക്കുന്നു. ഇപ്പം ഞാൻ പോലും പറയുന്ന കേട്ടില്ല അതൊക്കെ സംഭവമാണ്. നിർത്തലാക്കാൻ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലഘട്ടമല്ല, മുൻപൊക്കെ കാലഘട്ടങ്ങളിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിഹിതം വലിയൊരു കുഴപ്പമായിരുന്നു. സദാചാര ഗുണ്ടകളെ കൊണ്ട് ഒരു നിവൃത്തി ഉണ്ടായിരുന്നു. ഇത് സദാചാര ഗുണ്ടകളെയാണ് ആളുകൾ അടിക്കുന്നത്. ചില സദാചാരങ്ങൾ വേണം എന്ന് തോന്നിപ്പോവും ഇത്തരം കാര്യങ്ങൾ കാണും. ഇത്ര സമർത്ഥമായി വീട്ടുകാരെയും നാട്ടുകാരെയും കുടുംബത്തിനെയും മകനെയും ഒക്കെ പറ്റിച്ചുകൊണ്ട് പകൽ രതി വൈകൃതങ്ങളിൽ ഇറങ്ങി നിൽക്കാൻ തയ്യാറെടുത്ത അവൾ ദൈവത്തിനെയും പറ്റിക്കുകയല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്രയും വിശ്വാസിയായ ഒരു മനുഷ്യനെ പറ്റിക്കുന്നതിന് ദൈവം കൊടുത്ത ശിഷ്യയായിട്ട് അങ്ങ് കണക്കാക്കിയാൽ മതി. എനിക്കങ്ങനെ പറയാനാണ് ഇഷ്ടം. ഇതിനകത്ത് എന്ത് തർക്കബുദ്ധി വന്നാലും എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഇനി അനുബന്ധമായിട്ട് അവനെ പിടിച്ച് ജയിലിൽ ഇടും, കുറച്ച് ദിവസം വിചാരണ, അത് കഴിയുമ്പോഴത്തെ അടുത്ത ശിക്ഷ, ചിലപ്പോൾ മാനസിക രോഗി എന്നുള്ള കൺസെഷൻ, പിന്നെ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ 100 രൂപ പോലും എടുക്കാനില്ലാത്തവൻ ഇനിയിപ്പോൾ എവിടുന്ന് പൈസ എടുക്കുമെന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും ആജീവാനന്ദ ജയിലിൽ കിടക്കാൻ ഉണ്ടതില്ല. അപ്പോൾ അത് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. പിന്നെ അവൻ മന്ദത അടിച്ച് നടക്കണമെന്ന് പറഞ്ഞാൽ അവന് മെൻ്റലി അവൻ ഔട്ടായി കാണും, പെട്ടെന്നുള്ളൊരു വികാരത്തിൽ ചെയ്തതുമായിരിക്കാം. എന്ത് തന്നെ ആയാലും ആ പെൺകുട്ടി അർഹിക്കുന്ന മരണം തന്നെയാണ് അവൻ കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് പെൺകുട്ടികളോടാണ്. നിങ്ങൾക്കൊരു ബന്ധത്തിൽ ഇഷ്ടക്കേട് ഉണ്ടായാൽ തുറന്ന് പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്യുക, എന്നിട്ട് ഫൈൻഡ് ഔട്ട് അനദർ പേഴ്സൺ. ആ പേഴ്സണെ വെച്ചുകൊണ്ട് അവനെ ചതിക്കാനായിട്ട് നിൽക്കാതിരിക്കുക. ഇവൻ 1,30,000 രൂപയ്ക്ക് അടുത്ത് ഇവന് കൊടുത്തിട്ടുണ്ട് ഇവള്. അപ്പം അവളെന്നത് പറയുന്നത് അത്യാവശ്യം സുന്ദരിയായ ഒരു പെണ്ണ്, അവൻ്റെ ഒരു സെക്സിനുള്ള പ്രതിഫലം, അതായത് ഒരു പുരുഷ അഭിസാരകൻ ആയതുകൊണ്ട് അയാൾക്ക് അതിനുള്ള പ്രതിഫലമായിട്ട് അവൾ കൊടുത്തിരുന്ന ഒരു എമൗണ്ട്, ആ എമൗണ്ട് ആ പാവപ്പെട്ടവൻ എവിടുന്ന് കൊടുത്തിട്ടുണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കും. അവൾക്ക് വേറെ വരുമാനമൊന്നും ഇല്ലല്ലോ. അയാളുടെ വരുമാനവും എടുത്ത് അയാളുടെ ഭാര്യ പദവി അലങ്കരിച്ചു കൊണ്ടിരുന്നിട്ട് ആ മനുഷ്യനെ പറ്റിച്ചതിന് നല്ല ശിക്ഷ കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനപ്പുറം ഇതുപോലെ ചെയ്യുന്ന പെണ്ണുങ്ങൾക്ക് തിരിച്ചറിവാകട്ടെ എന്നുള്ളതാണ്. എവിടെ തിരിച്ചറിയാൻ? കടി മൂത്താൽ ഞാൻ പറയുന്ന അസ്ലാം മാളിയുടെ ആ പ്രോഡക്റ്റ് ഇവിടെ നമ്മുടെ നാട്ടിൽ സുലഭമാക്കണം, ഈസിയാണ്. എല്ലാവളുമാരും വാങ്ങിച്ച് ഉപയോഗിക്കട്ടെ. അത്യാവശ്യം കടിമൂത്തതൊക്കെ പൊതുസമൂഹത്തിന് മുമ്പിൽ വലിയ മാന്യകളാണ്. അയ്യോ എന്തുവാ പറയുന്നതൊക്കെ കേട്ടാൽ തോന്നും. പക്ഷേ ഉള്ളിൽ കൂടെയുള്ള ഈ കലാപരിപാടികൾ അത്രയും ക്രൗഡഡായ ഒരു ഏരിയയിൽ അവിടേക്ക് ഒരുത്തന്നെ വിളിച്ചു വരുത്തി അവൻ അവിടെ ദൈവത്തിൻ്റെ അടുത്ത് ഇരിക്കുന്ന സമയത്ത് ഇവിടെ വേറൊരു ശസ്ത്രക്രിയയിൽ ഏർപ്പെട്ട ഇവളെ ഇതിൽ പരം എന്താ ചെയ്യണം? നാട്ടുകാർ ചേർന്ന് തല്ലി കൊല്ലുകയാണ് വേണ്ടിയിരുന്നത്. ഒരു ദോഷവും ഇല്ലെന്ന് എനിക്ക് പറയാനുള്ള കുഞ്ഞ് മാത്രം അപമാനിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അത് അവനറിയാമായിരുന്നു, പൂജാരിക്ക് അറിയാമായിരുന്നു. പൂജാരിക്ക് അവളെ വിലക്കാനോ അതിൽ നിന്ന് മാറ്റി നിർത്താനോ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അയാളും നിസ്സഹായ അവസ്ഥയിലായിരിക്കാം. ഇനി അങ്ങനെ അല്ല എങ്കിൽ പോലും അയാളും കുറ്റക്കാരൻ തന്നെയാണ്. ഇതിലാകെ ബാധിക്കപ്പെട്ടത് ആ മകന് മാത്രമേ ഉള്ളൂ. അവളുടെ മകന് മാത്രമാണ് ബാധിക്കപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള അമ്മമാരുടെ വയറ്റിൽ വന്ന് ജനിക്കാതിരിക്കാൻ ഭാഗ്യം ചെയ്യട്ടെ, അത്രയേ ഉള്ളൂ. വരും തലമുറയ്ക്ക് എന്ത് സംഭവിക്കുമെന്നൊന്നും ഒരു രൂപവുമില്ല. അത്രത്തോളം ഈ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, മൂല്യങ്ങളൊക്കെ മറന്നുകൊണ്ട് ശാരീരിക സുഖത്തിന് മാത്രം ഊന്നൽ കൊടുക്കുന്നിടത്ത് ഒന്നും പറയാനില്ല. ദാറ്റ്സ് ഇറ്റ്. ഈ വിഷയത്തിൽ ഞാൻ മിണ്ടാതിരുന്ന എനിക്ക് ആദ്യം സംശയം പൂജാരിയായിരുന്നു. കാരണം അയാളാണ് ആദ്യം ബോഡി കണ്ടത്. പിന്നീട് അവിടെയുള്ള നാട്ടുകാരൊക്കെ നല്ലത് മാത്രം പറയുന്നു അവളെ പറ്റി. അപ്പോൾ ഇത് പൂജാരിയുടെ ഒരു ഉണ്ടാക്കിയെടുത്ത സംഗതിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരുന്നത്. അതാണ് ഞാൻ മൗനമായിരുന്നു ഇതിനെതിരെ റിയാക്ഷൻ നടത്താതിരുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.